ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MSAT എക്സാം അല്ലേ. നിങ്ങളെല്ലാവരും MSAT എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ചാനലിൽ ഓൾറെഡി അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണണം. അതിൻ്റെ ലൈവ് ക്ലാസ്സുകൾ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. ഏതെങ്കിലും ലൈവുകൾ മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലൈവുകൾ വീണ്ടും പോയി കാണുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർ നമ്മുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ് 10ലുള്ള ബയോളജി ഭാഗത്തുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ MSATനെ പ്രധാനമായും ചോദിക്കുന്ന കുറച്ച് ഏരിയാസ്, ഇപ്പോൾ റീപ്രൊഡക്ഷൻ പോലെ, അതുപോലെ തന്നെ നമ്മുടെ എൻവയൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഏരിയാസ്, അതുപോലെയുള്ള കുറച്ച് ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ചും ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ്, നമുക്കൊരു ചാപ്റ്റർ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, റീപ്രൊഡക്ഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം പ്രൊഡ്യൂസ് ന്യൂ ഇൻഡിവിജ്വൽസ് സിമിലർ ടു ദംസെൽവ്സ്. അതായത് നമ്മളെപ്പോലെ തന്നെയുള്ള മറ്റ് ഓർഗാനിസംസിനെ, പുതിയ ഓർഗാനിസംസിനെ ഉണ്ടാക്കുന്നതിനെയാണ് റീപ്രൊഡ്യൂസ് അല്ലെ, വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്കറിയാം അല്ലേ. അതിൻ്റെ ഡെഫിനിഷൻസിലേക്കൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ പ്രധാനമായും രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? സെക്ഷൽ, അതുപോലെ തന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് എ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ വിച്ച് എ ന്യൂ ഓഫ് സ്പ്രിംഗ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സിംഗിൾ പാരന്റ്. ദാറ്റ് ഈസ് എ കീ. ഓക്കെ, സിംഗിൾ പാരന്റ് ഈസ് ദർ. ഓക്കെ, ഓൺലി സിംഗിൾ പാരന്റ് ഈസ് ദർ. അപ്പോൾ നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ പിന്നെ ആരാ നിങ്ങളുടെ പാരൻസ് എന്ന് ചോദിച്ചാൽ ഒരു അച്ഛനുണ്ടാവും, ഒരു അമ്മ ഉണ്ടാവും, രണ്ട് പാരൻസ് ഉണ്ടാവും അല്ലേ. ബട്ട് ഇൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ദർ ഈസ് ഓൺലി എ സിംഗിൾ പാരന്റ്. ഒരു സിംഗിൾ പാരന്റ് മാത്രമേ ഉള്ളൂ. ദ ന്യൂ ഇൻഡിവിജ്വൽ produced are genetically and physically identical to each other അല്ലെങ്കിൽ ക്ലോൺസ് ഓഫ് ദെയർ പാരൻസ്. അതായത് പാരൻസിനെ പോലെ തന്നെയുള്ള എക്സാക്ട് കോപ്പി അല്ല, നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എന്നൊക്കെ പറയില്ലേ, ഫോട്ടോ കോപ്പി എന്നൊക്കെ പറയില്ലേ, അതേപോലെയുള്ള എക്സാക്ട് കോപ്പീസ് ആയിരിക്കും എന്തിലുണ്ടാവുക, അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടാവുക. കാരണം ഒരു പാരൻറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി അടുത്ത ഒരു കുട്ടി ഉണ്ടാവുകയാണ്. അപ്പോൾ അതേപോലെയുള്ള കുട്ടികളായിരിക്കും ഉണ്ടാവുക. ബട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ അത് വ്യത്യസ്തമാണ് അല്ലേ. രണ്ട് പാരൻസ് ഉണ്ടാവും, അതിൻ്റെ ജീൻ മിക്സിംഗ് ഉണ്ടാവും, അതുപോലെയുള്ള ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടാവും, അതേപോലെ തന്നെ വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ത്രൂ ഫിഷൻ അല്ലേ. പലതരത്തിലുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നാണ് ഫിഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ, റീജനറേഷൻ, ബഡ്ഡിങ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അതുപോലെ തന്നെ സ്പോ ഫോർമേഷൻ. ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മെത്തേഡ്സ് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഇത് ഇങ്ങനെയുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മെത്തേഡ്സ് ഉണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ എക്സാമ്പിൾസ് ആയിരിക്കും പലപ്പോഴും ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. ഫിഷൻ്റെ എക്സാമ്പിൾ, ഫിഷൻ തന്നെ ബൈനറി ഫിഷൻ, മൾട്ടിപ്പിൾ ഫിഷൻ്റെ എക്സാമ്പിൾ, ഫ്രാഗ്മെൻറ്റേഷൻ്റെ എക്സാമ്പിൾ, അതുപോലെ തന്നെ റീജനറേഷൻ എക്സാമ്പിൾ, ബഡ്ഡിങ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ഇങ്ങനെയുള്ള ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഫിഷൻ എന്താണ്? ഫിഷൻ ഈസ് ഓഫ് ടു ടൈപ്സ്. രണ്ട് തരത്തിലുള്ള ഫിഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈനറി ഫിഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഫിഷൻ. ബൈനറി ഫിഷനുണ്ട്, മൾട്ടിപ്പിൾ ഫിഷനുണ്ട്. നമ്മളിത് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാൻ ഒരു സമയം ഉണ്ടാവില്ല. പക്ഷേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ MSATനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളും ഒന്ന് പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കൂടുതൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് ക്വിക്ക് റിവിഷൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബൈനറി ഫിഷൻ ഇറ്റ് ഈസ് ദ ഡിവിഷൻ ഓഫ് വൺ സെൽ ഇൻറ്റു ടു സിമിലർ ഓർ ഐഡൻറ്റിക്കൽ സെൽസ്. ഒരു സെല്ല് രണ്ട് ഒരേപോലെയുള്ള സെൽസായി ഡിവൈഡ് ചെയ്യുക. മനസ്സിലായില്ലേ? ഒന്ന് രണ്ടെണ്ണാവുക, അതാണ് ബൈ മീൻസ് ടു അല്ലേ. ഒന്ന് രണ്ടെണ്ണാവുന്നതിനാണ് ബൈനറി ഫിഷൻ എന്ന് പറയുക. അതിൽ ആദ്യം ന്യൂക്ലിയസ് ആണ് ഡിവൈഡ് ചെയ്യുക, പിന്നെ ആണ് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുക. അതിനുള്ള എക്സാമ്പിൾസ് ആണ് അമീബ എന്ന് പറയുന്നത് അല്ലേ. ഒരു സെല്ല് മെല്ലെ അതിൻ്റെ ആദ്യം ന്യൂക്ലിയസ് രണ്ടെണ്ണമായി, പിന്നെ രണ്ട് അമീബകളായി മാറുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ബൈനറി ഫിഷൻ നമുക്കറിയാം. ഇനി മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബൈനറി ഫിഷൻ അത് ഒരു സെല്ല് രണ്ടാവുന്നതാണെങ്കിൽ, മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ ഒരു സെല്ല് മൾട്ടിപ്പിൾ സെല്ലാവുക. As simple as that, right? ഇനി മൾട്ടിപ്പിൾ ഫിഷൻ, many individuals are performed from a single individual. ഒരു പാരൻറ്റിൽ നിന്ന് ഒരുപാട് ഓർഗാനിസംസ് ഉണ്ടാകുന്നതിനെയാണ്, ഒരു പാരൻറ്റ് സെല്ലിൽ നിന്ന് ഒരുപാട് ഡോട്ടർ സെൽസ് ഉണ്ടാകുന്നതിനെയാണ് നമ്മളിത് പറയുക മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയാം. അത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അതിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ പ്ലാസ്മോഡിയമാണ്. പ്ലാസ്മോഡിയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പരിചയം ഉണ്ടാവും. മലേറിയൽ പാരസൈറ്റ് ആണ് അല്ലേ. മലേറിയ കോസ് ചെയ്യുന്ന കോസറ്റീവ് ഏജൻ്റാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു മൾട്ടിപ്പിൾ ഫിഷൻ, ഒരു സെല്ലിൽ നിന്ന് തന്നെ ഒരുപാട് മൾട്ടിപ്പിൾ സെൽസ് ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രാഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കഷ്ണം അല്ലേ. ഒരു കഷ്ണം മുറിഞ്ഞു പോവുക, അതൊരു ഓർഗാനിസമായി മാറുക, അതാണ് ഫ്രാഗ്മെൻറ്റേഷൻ. ടേക്ക് പ്ലേസ് ഇൻ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്
which has with simple body organization such as Spirogyra. Okay, Spirogyra അതിനുള്ള ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. പിന്നെ അത് എന്തായിരിക്കും, അത്ര ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ബോഡി ഡിസൈൻ ആയിരിക്കും, വളരെ സിമ്പിൾ ബോഡി ഡിസൈൻ ഉള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിലാണ് കാണുക, സച്ച് ആസ് Spirogyra അല്ലേ. Spirogyra ഇതൊരു Spirogyra ആണ്, അതിൻ്റെ രണ്ട് കഷ്ണമായി, ഈ ഒരു കഷ്ണം വേറൊരു Spirogyraവും ഇത് രണ്ടാമത്തെ Spirogyraവും, മനസ്സിലായി. ഇങ്ങനെയാണ് ഫ്രാഗ്മെൻറ്റുകളാവുക, ആ ഫ്രാഗ്മെൻറ്റുകൾ ഓരോ ജീവികളായി മാറുക അല്ലെങ്കിൽ പുതിയ ഒരു ഓർഗാനിസമായി മാറുക, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ. റീജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്കറിയാം, ഫ്രാഗ്മെൻറ്റേഷൻ വളരെ സിമ്പിൾ ബോഡി ഡിസൈൻ, അവിടെ കയ്യും കാലും അങ്ങനെ ബോഡി പാർട്സ് ഒന്നും ഇല്ല, ഇതാകെ വളരെ സിമ്പിൾ ബോഡി ഡിസൈനാണ്, അത് നേരെ കഷ്ണമായി ആ ഓരോ കഷ്ണവും ഓരോ ജീവിയാവുകയാണ് ചെയ്യുക. പക്ഷേ റീജനറേഷൻ എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള, അതായത് അതിൻ്റെ ടെയില് അല്ലെങ്കിൽ ഹെഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ബോഡി പാർട്സ് ഉള്ള കുറച്ചും കൂടി ഹയർ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷനുള്ള ഓർഗാനിസംസിലാണ് റീജനറേഷൻ നടക്കുക. ഓക്കെ, ആ റീജനറേഷൻ അതിലെന്താ സംഭവിക്കുക, ഓരോ ബോഡി പാർട്സ് കട്ടായി പോയാൽ ആ ബോഡി പാർട്സിന് പുതിയ ഓർഗാനിസം ഉണ്ടാവും. ഓക്കെ, അതിനുള്ള എക്സാമ്പിളാണ് പ്ലനേറിയ, അതുപോലെ തന്നെ ഹൈഡ്രയൊക്കെ. ഓക്കെ, പ്ലനേറിയ കണ്ടില്ലേ, ഇതിൻ്റെ ഹെഡ് പോലെയുള്ള, മിഡിൽ പീസ് പോലെയുള്ള, അതുപോലെ തന്നെ ടെയിൽ പോലെയുള്ള സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഓരോ പാർട്ട്, ഇപ്പോൾ ഒരു ഹെഡ് ഒരു കഷ്ണമായി പോയാൽ ആ ഹെഡിൽ നിന്ന് പുതിയൊരു ഓർഗാനിസം ഉണ്ടാവും, മിഡിൽ പീസിൽ നിന്ന് ഒരു ഓർഗാനിസം ഉണ്ടാവും, ടെയിലിൽ നിന്ന് ഒരു ഓർഗാനിസം ഉണ്ടാവും. ഈ രൂപത്തിൽ ഉള്ളതിനെയാണ് റീജനറേഷൻ എന്ന് പറയുക. റീജനറേഷനും അതുപോലെ തന്നെ നമ്മുടെ ഫ്രാഗ്മെൻറ്റേഷൻ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഫ്രാഗ്മെൻറ്റേഷൻ സിമ്പിൾ ബോഡി ഡിസൈൻ ആയിരിക്കും, അവിടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ബോഡി പാർട്സ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ റീജനറേഷനിൽ ബോഡി പാർട്സ് എന്ന രൂപത്തിൽ കോംപ്ലക്സ് ആയിട്ട് അതിൻ്റെ ഒരു ഫുള്ളി ഡിഫറൻഷ്യേറ്റഡ് ഫോംസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ബഡ്ഡിങ് എന്ന് പറയുന്നത്, ബഡ്ഡിങ് ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ബഡ് ഉണ്ടാവുക, ആ ബഡ് പുതിയൊരു ഓർഗാനിസം ആവുക അല്ലേ. അത് നമുക്ക് ഹൈഡ്രയിലൊക്കെ കാണാൻ സാധിക്കും. ഒരു ബഡ് താകണ്ടില്ലേ, ഒരു ചെറിയൊരു ബഡ് ഉണ്ടാവുന്നു, ആ ബഡ് വലുതാവുന്നു, ആ ബഡ് ഡിറ്റാച്ച് ചെയ്ത് പുതിയൊരു ഓർഗാനിസമായി മാറുക. ഇതാണ് ബഡ്ഡിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് പാർട്സ്, റീപ്രൊഡക്റ്റീവ് പാർട്സ് നമുക്കറിയാം അല്ലേ. വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പിന്നെ ഫ്ലവർ അല്ലാത്ത എന്ന് വെച്ചാൽ സെക്ഷൽ ഓർഗൻ ആയിട്ടുള്ള ഫ്ലവർ അല്ലാത്ത ബാക്കി പാർട്സ്, ഇപ്പോൾ സ്റ്റെമ്മ്, ലീഫ്, റൂട്ട്, ഇങ്ങനെയുള്ള വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്ന് പുതിയ ഒരു പിന്നെ ഒരു ഓർഗാനിസം, ഒരു പ്ലാന്റ് ഉണ്ടാവുന്നതിനാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ഇത്ര മനസ്സിലാക്കുള്ളൂ, സെക്ഷൽ പാർട്സ് ഉണ്ട്, അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് പാർട്സ് ഉണ്ട്. സെക്ഷൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലവറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിനേഷനൊക്കെ നടന്നിട്ടുണ്ടാവുന്നതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. പക്ഷേ അതല്ലാത്ത, ഇപ്പോൾ ഒരു സ്റ്റെമ്മ്, ഒരു തണ്ട് നമ്മൾ മുറിച്ച് മാറ്റി വേറെ ഒരു പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. ഒരു ഇലയിൽ നിന്ന് അല്ലെ, ബ്രയോഫിലത്തിലൊക്കെ ഈ ഇലയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും, പുതിയൊരു പ്ലാന്റ് ഉണ്ടാവും, അതാണ്. അങ്ങനെയുള്ള വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ഉണ്ടാവുന്നതിനാണ് നമ്മളിത് പറയാം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രയോഫിലം, ലീഫിൽ നിന്ന് ഉണ്ടാകുന്നതിൻ്റെ എക്സാമ്പിളാണ് ബ്രയോഫിലം എന്ന് പറയുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ അഡ്വാൻറ്റേജസ് ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടാവും. ഇറ്റ് ഈസ് ഈസി, ഫാസ്റ്റ് മെത്തേഡ് ആൻഡ് ക്യാൻ ബി യൂസ് ഫോർ പ്രൊപ്പഗേഷൻ ഓഫ് പ്ലാന്റ്സ് വിച്ച് ഡു നോട്ട് പ്രൊഡ്യൂസ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാത്തതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പ്ലാന്റ്സ് റേസ്ഡ് ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ക്യാൻ ബിയർ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഏർലിയർ ദാൻ ദോസ് പ്രൊഡ്യൂസ് ഫ്രം സീഡ്സ്. ഡിസഡ്വാൻറ്റേജ് എന്നാൽ പ്ലാന്റ്സ് ക്യാൻ സ്റ്റിൽ സഫർ ഫ്രം വേരിയസ് ഡിസീസസ്. അതേപോലെ തന്നെ സിൻസ് പ്ലാന്റ്സ് ആർ ജെനറ്റിക്കലി വെരി സിമിലർ ആൻഡ് ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ, സോ ന്യൂ വെറൈറ്റീസ് ആർ ജനറേറ്റഡ്. പുതിയ വെറൈറ്റീസ് ഉണ്ടാവില്ല. സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് കുറേ വെറൈറ്റീസും പുതിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവുക. ആ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. സ്പോർ ഫോർമേഷൻ എന്നുള്ളതാണ് അടുത്ത ഒരു മെത്തേഡ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സ്പോർസ് ഉണ്ടാവുക അല്ലേ. സ്പോർസ് ആർ സ്മോൾ ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് വിച്ച് ആർ കവേർഡ് ബൈ തിക്ക് വാൾസ് കൊണ്ട് കവർ ചെയ്തിട്ട് അതിനുള്ളിൽ സ്പോർസ് ഉണ്ടാവും. കണ്ടില്ലേ, ആ വാൾസ് പൊട്ടിയാൽ സ്പോർസ് പുറത്തേക്ക് വരും. ആ സ്പോർസ് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ ദ ജെർമിനേറ്റ് ആൻഡ് പ്രൊഡ്യൂസ് ന്യൂ ഓർഗൻസ്. അതെന്ത് ചെയ്യും, പുതിയ ഓർഗാനിസമായി മാറും. അപ്പോൾ ഇങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മെത്തേഡ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ബ്രയോഫിലമാണ്, ലീഫിൽ നിന്നുണ്ടാവുന്നത്. നിങ്ങളുടെ ഒരു ഹോംവർക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ചെയ്യാം. നിങ്ങൾക്കറിയോ നോക്കട്ടെ. ഒന്നാമത്തത് സ്റ്റെമ്മിൽ നിന്ന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാവുന്ന പ്ലാന്റ്സിൻ്റെ പേര് നിങ്ങൾ എഴുതുക. സ്റ്റെമ്മ്, അതേപോലെ തന്നെ റൂട്ട്. സ്റ്റെമ്മിൽ നിന്നും റൂട്ടിൽ നിന്നും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാവുന്ന പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് കമൻറ്റായിട്ട് ഇടുക. നിങ്ങൾ ആരൊക്കെയാണ് കമൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എനിവേ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് പൊതുവായിട്ടും അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റ് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.